ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ചക്ക സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്കക്കുരു കൊണ്ട് ഒരു വിഭവമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ചക്കക്കുരു കൊണ്ട് ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു പായസം, ചക്കക്കുരു ലഡു ഇവയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ചോക്ലേറ്റ് ആണ്. സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ചോക്ലേറ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. എന്നാൽ ഇതിൽ ചക്കക്കുരു കൂടെ ചേർത്തിട്ടുണ്ട്. ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ ചോക്ലേറ്റിൽ നമ്മൾ കൊക്കോ ബട്ടർ ചേർക്കണം. അതിന് പകരമായി ഇതിൽ ഞാൻ ബട്ടറും ചക്കക്കുരുവുമാണ് ചേർക്കുന്നത്. ഒരിക്കലും ചക്കക്കുരു ചേർത്തെന്ന് തോന്നുകയേയില്ല. ചോക്ലേറ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നമുക്ക് ഈ ചക്കക്കുരു ഉപയോഗിച്ചുള്ള ചോക്ലേറ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി 10 ചക്കക്കുരു എടുക്കണം. ഈ ചക്കക്കുരുവിനെ പീൽ ചെയ്തതിനു ശേഷം ചെറുതാക്കി മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്തതാണിത്. പീൽ ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ബ്രൗൺ കളർ കൂടെ കളയാം. ബ്രൗൺ കളർ കൂടെ കളയുകയാണെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ചക്കക്കുരു ചോക്ലേറ്റ്. ഞാൻ ഇതിനെ ചൂടായ ഒരു പാനിലോട്ട് മാറ്റിയാണ്. ഇതിനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി ഡ്രൈ ആയി വരുമ്പോൾ വെരി ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചക്കക്കുരു റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചു വെക്കാം. ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരുവാണിത്. അടുത്തതായി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ തന്നെ ആവണം ചക്കക്കുരുവും പഞ്ചസാരയും. ഇനി ഐസിങ് ഷുഗർ എടുത്താലും മതി. അടുത്തതായി നമുക്ക് പാൽപ്പൊടി എടുക്കാം. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർക്കാം. ഈ ജാറിനെ അടച്ചു വെച്ച് 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കാം. ഇപ്പോഴെല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കാം. ഇതിനുവേണ്ടി ഞാനൊരു വെസലിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു മിക്സിംഗ് ബൗളിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടറിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഈ വെസലിന്റെ മുകളിലായി വെച്ച് വേണം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ മിക്സും ചക്കക്കുരു പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർക്കാം. ഒന്നുകൂടെ പൾസ് ചെയ്തെടുക്കാം. നമ്മുടെ ചക്കക്കുരുവിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് കട്ട പിടിക്കും. അപ്പൊ നമ്മുടെ ചോക്ലേറ്റിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഉണ്ടാവും. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ ചോക്ലേറ്റിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സിലിക്കോൺ മോൾഡിലോട്ട് മാറ്റാം. ഇതിന് പകരമായി ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം ചോക്ലേറ്റ് മിക്സ് അതിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. സിലിക്കോൺ മോൾഡിലായതുകൊണ്ട് തന്നെ ഇത് ഫ്രീസർ പ്രൊട്ടക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈസിയായി അൺമോൾഡ് ചെയ്തെടുക്കാനും കഴിയും. മോൾഡിനെ നന്നായി ടാപ്പ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. 1 മണിക്കൂർ ഇത് ഫ്രീസറിൽ ഇരിക്കണം. 1 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ചോക്ലേറ്റ് ആണ് ഇത്. ചോക്ലേറ്റ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ അൺമോൾഡ് ചെയ്തെടുക്കാം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഒരിക്കലും ഇത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ആണെന്ന് തോന്നുകയില്ല. നമ്മുടെ സാധാരണ ചോക്ലേറ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഞാൻ ഈ ചക്കക്കുരു ഉപയോഗിച്ചൊരു മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ബ്ലാക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ ഇതിൽ ചേർത്ത പാൽപ്പൊടി ഒഴിവാക്കിയാൽ മതി. എല്ലാ ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചക്കക്കുരു ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.